നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് അണങ്കൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ 11 പേർക്ക് പരിക്ക്. കാസർഗോഡ് ജില്ലയിൽ കവർച്ചാ പരമ്പര. തൃക്കരിപ്പൂരിലും ഉപ്പള സോങ്കാലിലും വീടുകൾ കുത്തിത്തുറന്ന് പണവും സ്വർണവും കവർന്നു. ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്തു നിന്നും നിർണായക ഘട്ടത്തിൽ ഒളിച്ചോടിയ നേതാവാണ് രാഹുൽ ഗാന്ധിയെന്നും പിണറായി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ വിവാദ പരാമർശം വിഭാഗീയത ഉണ്ടാക്കുവാനുള്ള ശ്രമമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. ആദ്യഘട്ട പോളിംഗിന് ശേഷം റിപ്പോർട്ടുകൾ പ്രകാരം മോദി നിരാശയിലാണെന്നും പ്രകാശ് കാരാട്ട്. തൃക്കരിപ്പൂർ പടന്നാക്കടപ്പുറത്ത് NDA സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ പ്രചാരണം തടസ്സപ്പെടുത്തിയതായുള്ള പരാതി. 2 പേർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. പുഴയിൽ കുളിക്കുവാനിറങ്ങിയ 4 കുട്ടികൾ ഉൾപ്പെടെയുള്ള 6 പേർ മുങ്ങി മരിച്ചു. ഉത്തര കർണാടകയിലെ ദാണ്ടേലിയിലെ കാളി നദിയിലായിരുന്നു അപകടം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് അണങ്കൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 11 പേർക്ക് പരിക്ക്. കണ്ണൂരിൽ നിന്നും കാസർഗോട്ടേക്ക് വരികയായിരുന്ന കൃതിക എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കാസർഗോഡ് അണങ്കൂരിൽ ദേശീയപാതയിൽ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 11 പേർക്ക് പരിക്കേറ്റു. രാവിലെ 9:15 അപകടം. കണ്ണൂരിൽ നിന്ന് കാസർഗോട്ടേക്ക് വരികയായിരുന്ന KL 58 AG 8388 കൃതിക ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിലുണ്ടായിരുന്ന ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് തന്നെ മറിയുകയായിരുന്നുവെന്നാണ് വിവരം. നീലേശ്വരത്തെ രേഷ്മ, പവിത്ര, കല്യോട്ടെ ഷീജ, ചെറുവത്തൂരിലെ കമലാക്ഷൻ, പ്രഭാകരൻ, പെരിയയിലെ ഗോകുൽ രാജ്, സെറീന, മേഘ, കൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട ബസ്സിൽ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരടക്കം നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ഭൂരിഭാഗം പേരും BC റോഡിലെ സ്റ്റോപ്പിൽ ഇറങ്ങിയിരുന്നു. അതിനാൽ തന്നെ വലിയ ദുരന്തമാണ് ഒഴിവായത്. അപകട സമയത്ത് 11 യാത്രക്കാരാണ് ഉണ്ടായത്. ഇവർക്കെല്ലാം തന്നെ പരിക്കേറ്റു. ഡ്രൈവർക്കും കണ്ടക്ടർക്കും പരിക്കേറ്റിട്ടില്ല. അമിത വേഗതയാണ് അപകടത്തിന് കാരണമായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. 2 ബസ്സുകാർ ഭയങ്കര ഓവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് ആ കാണുന്ന BC റോഡ് ജംഗ്ഷന് ഒരു മൊട്ടമുള്ള വിദ്യാനഗരത്തി ഇവിടുന്ന് ഡബിൾ റോഡാണുള്ളത്. ഡബിൾ റോഡാണ്. ഇതിൽ കൂടി 2 ആൾ ഒരേ അടിക്ക് അടുപ്പിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ടാകുമ്പോൾ യോൻ എന്താക്കി ഇതിൽ സ്ലോ ആണെന്ന് വേണ്ടിയിട്ട് ഇതിന് റൈറ്റിലേക്ക് എടുത്തു. ഈ കട്ടിങ് ഉള്ള സ്ഥലമാണ്. എടുത്തിട്ടാകുമ്പോൾ എന്താക്കി യോന് കൊടുത്തില്ല, അപ്പുറത്തെ ബസ്സുകാരന് കൊടുത്തില്ല. യോന് റൈറ്റ് എടുത്തിട്ട് ഈ ഡിവൈഡർ ഉണ്ടായി ഇവിടത്തേക്ക് വന്നിട്ട് ഒരേ അടി അടിച്ചു. ഫ്രണ്ട് ടയർ പൊട്ടി, ബസ് മറിഞ്ഞു. കണ്ടക്ടറും ഡ്രൈവറും ഓറില്ല, വാങ്ങി. നമ്മൾ ഈ ബസ്സിൻ്റെ ഇത്ര ആളെല്ലാം ഉണ്ടാവും, 10-15 പാസഞ്ചർ കൊണ്ടിട്ട് അടുക്ക് എടുക്കുന്നില്ല. അതിൻ്റെ ഉള്ളിൽ അതിനെല്ലാം എടുക്കുമ്പോൾ ഓർ എന്തിന് പായിന്. പിന്നെ 10-15 ആൾക്കാരുണ്ടായി. കുറച്ച് ആൾക്ക് നല്ലോണം ഉണ്ട്. ഈ ഫ്രണ്ട് സീറ്റിലിരുന്ന ആൾക്കുണ്ടല്ലോ നല്ലോണം പരിക്കുണ്ട്. അവർ ഒന്നാമത് മറിഞ്ഞിട്ടാകുമ്പോൾ അടിച്ചിട്ട് പുറത്തേക്ക് തെറിച്ചത്. ബസ്സുകൾ തമ്മിൽ ഭയങ്കര മത്സര ഓട്ടമാണ് ഈ റോട്ടിൽ നടക്കുന്നത്. ഒന്നാമത് NH പണി നടക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ല റോഡാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബസ്സുകൾ തമ്മിൽ മത്സര ഓട്ടമാണ് നടക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ബസ് ഓണർമാർ ശ്രദ്ധിക്കുക. ജീവൻ പണയം വെച്ചുള്ള ഓട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ബസ് ഓണേഴ്സും അതുപോലെ തന്നെ ഡ്രൈവർമാരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനുഷ്യൻ്റെ ജീവൻ പണയം വെച്ചുള്ള ഒരു ഓട്ടം എന്തായാലും പാടത്തില്ല. സമയക്രമത്തെ ചൊല്ലിയുള്ള പ്രശ്നവും ദേശീയപാത വികസന പ്രവൃത്തിയുടെ ഭാഗമായി അശാസ്ത്രീയമായി സ്ഥാപിച്ച ഡിവൈഡറുകളും അപകടത്തിനിടയാക്കുന്നതായി ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് പറഞ്ഞു. സ്വകാര്യ ബസ്സുകളെ ഇങ്ങനെ മത്സരിച്ച് വരുന്നത് ഈ സമയക്രമീകരണത്തിൻ്റെ ഒരു പരിമിതി അതിലുണ്ട്. മാത്രമല്ല ഈ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് പല ബസ്സുകളും ഇങ്ങനെയാണ് വരുന്നത്. ഇത് എല്ലാ ഭാഗങ്ങളിലും ഈ വിഷയമുണ്ട്. റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ടൈം കിട്ടുന്നില്ല. ടൈം കീപ്പ് ചെയ്ത് ഓടുന്ന വണ്ടികളായതുകൊണ്ട് പല അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ റോഡ് സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കും വരെ പല ബുദ്ധിമുട്ടുകളുണ്ടാകാം. എന്നാൽ ഇതിൽ ഞങ്ങൾ ഈ അപകടത്തിൽ ഞങ്ങൾ ദുഃഖിക്കുകയും ഇതിൽ സംഭവിച്ച മേലിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തൊഴിലാളികൾക്ക് കൊടുക്കുന്നതായിരിക്കും.
മറിഞ്ഞ ബസ്സിൽ നിന്നും ഏറെ പ്രയാസപ്പെട്ടാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. പരിസരവാസികളും വിവരമറിഞ്ഞെത്തിയ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഉപ്പളയിൽ വീട് കുത്തി തുറന്ന് കവർച്ച. സോങ്കാൽ പ്രതാപ് നഗറിലെ പ്രവാസി ബദറുൽ മുനീറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. 5 പവൻ സ്വർണ്ണാഭരണങ്ങളും 35,000 രൂപയും കവർന്നു. മോഷ്ടാക്കളെ പിടികൂടുവാൻ ശ്രമിച്ചെങ്കിലും വീട്ടുടമയുടെ സഹോദരനെ ആക്രമിച്ച മുഖംമൂടി സംഘം സിനിമാ സ്റ്റൈലിൽ തോക്ക് ചൂണ്ടി രക്ഷപ്പെട്ടു. ഞായറാഴ്ച രാത്രി പ്രവാസിയായ ബദറുൽ മുനീറിന്റെ ഭാര്യ ഖദീജത്ത് റഹ്നാസും 2 കുട്ടികളും 1 കിലോമീറ്റർ അകലെയുള്ള പിതാവ് റഹ്മാൻ മെഹ്മൂദിന്റെ വീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു കവർച്ച നടന്നത്. ഉപ്പളയിലെ വസ്ത്രവ്യാപാരിയായ റഹ്മാൻ മെഹ്മൂദ് രാത്രിയിൽ കടപൂട്ടി വരവെ മകളുടെ വീടിന് മുന്നിൽ ഗേറ്റിന് സമീപം 2 ബൈക്കുകൾ നിർത്തിയിട്ടതായി കണ്ടു. വീട്ടിലെത്തി മകൾ ഖദീജത്ത് റഹ്നാസിനോട് അന്വേഷിച്ചപ്പോൾ ബൈക്കിനെ സംബന്ധിച്ച കാര്യങ്ങൾ അറിയില്ലെന്ന് പറഞ്ഞു. സംശയ നിവാരണത്തിനായി ഖദീജത്ത് റഹ്നാസിന്റെ സഹോദരൻ മുഹമ്മദ് റമീസ് വീട്ടിലേക്ക് തിരിച്ചു. പിതാവ് പറഞ്ഞതുപോലെ ഗേറ്റിനു മുന്നിൽ 2 ബൈക്കുകൾ ഉണ്ടായിരുന്നു. ഗേറ്റ് പൂട്ടിയതിനാൽ മതിൽ ചാടിക്കടക്കുവാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. തുടർന്ന് ഗേറ്റ് പിടിച്ചു കുലുക്കി ശബ്ദമുണ്ടാക്കിയതോടെ ആദ്യം വീട്ടിനകത്ത് നിന്നും മുഖംമൂടി ധരിച്ച 2 പേരും തൊട്ടുപിന്നാലെ 4 പേരും എത്തി. മതിൽ ചാടിക്കടന്ന് പുറത്തെത്തിയ ഈ 6 അംഗ സംഘത്തെ പിടികൂടുവാൻ ശ്രമിച്ചുവെങ്കിലും ഇരുമ്പുവടി കൊണ്ട് റമീസിനെ അടിച്ചു. പിന്മാറാൻ തയ്യാറാകാത്ത റമീസിനെ പിന്നീട് സിനിമാ സ്റ്റൈലിൽ കൈത്തോക്ക് ചൂണ്ടി സംഘം ബൈക്കുകളിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞ് നാട്ടുകാരും പോലീസുമെത്തി പരിശോധിച്ചപ്പോഴാണ് അലമാര കുത്തിത്തുറന്ന് സ്വർണവും പണവും കൈക്കലാക്കിയ സംഭവം വ്യക്തമായത്. 5 പവൻ സ്വർണ്ണാഭരണങ്ങളും 35,000 രൂപയും നഷ്ടമായതായാണ് കണക്കാക്കിയിട്ടുള്ളത്. വീട്ടിലെ TV അടക്കമുള്ള സാധനങ്ങൾ ഇളക്കിയെടുത്ത് പായ്ക്ക് ചെയ്തു വെച്ച നിലയിലായിരുന്നു. CCTVയിൽ കവർച്ചക്കാരുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കുമ്പള പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ പേക്കടത്ത് വീട് കുത്തി തുറന്ന് 6 പവൻ സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നു. പരത്തിച്ചാലിലെ MV രവീന്ദ്രന്റെ വീട് കുത്തി തുറന്നാണ് 6 പവൻ സ്വർണ്ണാഭരണങ്ങളും 15,000 രൂപയും കവർന്നത്. രവീന്ദ്രനും ഭാര്യയും വിഷു ആഘോഷത്തിന് മകളുടെ ബംഗളൂരുവിലെ വീട്ടിൽ പോയ സമയത്തായിരുന്നു കവർച്ച നടന്നത്. തൃക്കരിപ്പൂർ പേക്കടത്ത് വീട്ടുകാരില്ലാത്ത സമയം നോക്കിയാണ് വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നത്. മുംബൈയിൽ സ്വകാര്യ കമ്പനിയിലെ റിട്ടയർഡ് ജീവനക്കാരൻ പേക്കടം പരത്തിച്ചാലിലെ MV രവീന്ദ്രന്റെ വീട് കുത്തി തുറന്നാണ് 6 പവൻ സ്വർണ്ണാഭരണങ്ങളും 15,000 രൂപയും കവർന്നത്. ഭാര്യ സതിയുമൊത്ത് ബംഗളൂരുവിൽ 10 ദിവസം മുൻപ് മകൾ റിത്തുവിൻ്റെ വീട്ടിൽ വിഷു ആഘോഷത്തിന് രവീന്ദ്രൻ പോയി തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത്. വീടിൻ്റെ പിന്നിൽ അടുക്കള ഭാഗത്തുള്ള ഗ്രിൽസിൻ്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന് താഴത്തെ കിടപ്പുമുറിയുടെ വാതിലിൻ്റെ പൂട്ട് തകർത്ത് മുറിക്കകത്തെ അലമാര കുത്തിത്തുറന്നാണ് കവർച്ച നടത്തിയത്. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ GP മനുരാജ്, SI മാരായ K സുരേഷൻ, V ലക്ഷ്മണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടില്ലെന്നും സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്നും നിർണായക ഘട്ടത്തിൽ ഒളിച്ചോടിയ നേതാവാണ് രാഹുൽ ഗാന്ധിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാഹുൽ ഗാന്ധിയെ മാത്രം ലക്ഷ്യമിട്ട് കടന്നാക്രമിക്കുകയാണെന്നും നരേന്ദ്രമോദിക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തുന്നില്ലെന്നുമുള്ള കോൺഗ്രസ് ആക്ഷേപം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സംഘ് പരിവാറിന്റെ പിടിയിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യ രാജ്യത്തെ മോചിപ്പിക്കാനുള്ള മൂർത്തമായ സമീപനമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. കോൺഗ്രസോ വർഗീയ വിഭജനത്തിൻ്റെ അജണ്ടയായി BJP സർക്കാർ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് മിണ്ടാൻ തയ്യാറായോ? BJPയെ പേടിച്ച് മുസ്ലിം ലീഗിൻ്റെ കൊടിയും സ്വന്തം പതാകയും ഒളിപ്പിക്കുകയല്ലേ ചെയ്തു. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കൈകാര്യം ചെയ്യുന്നത് ഒരുതരം
പാപ്പർ രാഷ്ട്രീയമാണ്. കൊടിപിടിച്ച ലീഗുകാരെ തല്ലുന്ന കോൺഗ്രസ്, പൗരത്വ ഭേദഗതി വിഷയത്തിൽ പരസ്യം കൊടുത്ത പത്രം കത്തിക്കുന്ന ലീഗ്, ഇതെല്ലാമാണ് UDFിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. 3 കൂട്ടരുടെ കടന്നാക്രമണങ്ങളെ നേരിട്ടും അതിജീവിച്ചുമാണ് LDF സംസ്ഥാനത്തെ ജനങ്ങളുടെ അംഗീകാരം നേടുന്നത്. LDF അനുകൂല തരംഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങുമുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ LDF തൃക്കരിപ്പൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിന്ന് ഇത്തവണയും BJPക്ക് ഒരു പ്രതിനിധി പോലും ലോക്സഭയിൽ ഉണ്ടാവില്ലെന്നും BJPയുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയ കാര്യം അവർ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതിനും അന്തിമ വിധികർത്താക്കളായ ജനങ്ങൾ ദിവസം കഴിയുന്തോറും അവർക്കെതിരായി വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസും UDFും ഇവിടുന്ന് ജയിച്ചല്ലേ പോയിരിക്കുന്നത്. അവർക്കെങ്ങനെ BJPയോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു കേരള വിരുദ്ധ മനോഭാവം വരുന്നു? ആ കേരള വിരുദ്ധ മനോഭാവം ഈ 2 കൂട്ടർക്കും ഉണ്ട് എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആകെ മനസ്സിലാക്കി കഴിഞ്ഞു. കേരള വിരുദ്ധ മനോഭാവം ഒരു തരത്തിലും ഉറപ്പിക്കില്ല എന്ന നിലപാടിലാണ് കേരളമാകെ ഇപ്പോൾ. അതിന്റെ ഭാഗമായി കേരള വിരുദ്ധ വികാരത്തിനെതിരെയുള്ള ശക്തമായ നിലപാട് കേരളത്തിലാകെ ഉയർന്നു വന്നിരിക്കുന്നു. എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഇതിന്റെ ഭാഗമായി തന്നെ LDFിന് അനുകൂലമായ ശക്തമായ തരംഗം അലയടിച്ചുയരുന്നതാണ് കാണാൻ നമുക്ക് കഴിയും. ചടങ്ങിൽ M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. LDF കൺവീനർ EP ജയരാജൻ, E ചന്ദ്രശേഖരൻ MLA, CH കുഞ്ഞമ്പു MLA, സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ, NCP ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര, കേരള കോൺഗ്രസ് M സംസ്ഥാന സെക്രട്ടറി കുര്യാക്കോസ് പ്ലാപ്പറമ്പൻ, KP സതീഷ് ചന്ദ്രൻ, E കുഞ്ഞിരാമൻ, TV ബാലകൃഷ്ണൻ, TV ഗോവിന്ദൻ, VV കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ വിവാദ പരാമർശം വിഭാഗീയത ഉണ്ടാക്കുവാനുള്ള ശ്രമമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ജനസഭാ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാനരഹിതമായ പ്രസ്താവനയാണ് രാജസ്ഥാനിൽ മോദി നടത്തിയതെന്നും പ്രതിപക്ഷ പാർട്ടികൾ ഇതിൽ ശക്തമായ എതിർപ്പ് അറിയിച്ചതായും പ്രസംഗത്തിനെതിരെ CPM രാജസ്ഥാൻ പോലീസിൽ പരാതി നൽകുമെന്നും പറഞ്ഞ പ്രകാശ് കാരാട്ട് ആദ്യഘട്ട പോളിംഗിന് ശേഷം റിപ്പോർട്ടുകൾ പ്രകാരം മോദി നിരാശയിലാണെന്നും പറഞ്ഞു. Prime Minister Modi has made a most objectionable speech in Rajasthan, where he says that the Congress Party manifesto is going to, they promised to do a survey of people's properties and gold, etc., and then hand over this to the Muslims. Where it has come in this form in the Congress manifesto, nobody knows. There's nothing like that. But he then quotes from Prime Minister Manmohan Singh had said Muslims should get the first claim on resources. So all this properties and gold of people are going to be surveyed, and then they will be taken over and handed over to the Muslims. This is a rabid sort of appeal against rousing sentiments against the minority community on a totally baseless grounds. And all the opposition parties have raised serious objection to the speech. As far as our party is concerned, we have decided to lodge a complaint with the police in Rajasthan. തൃക്കരിപ്പൂർ പടന്നാക്കടപ്പുറത്ത് NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണം തടസ്സപ്പെടുത്തിയതിനെതിരെ ചന്ദേര പോലീസ് 2 പേർക്കെതിരെ കേസെടുത്തു. പ്രചരണം തടസ്സപ്പെടുത്തിയതിനും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ അസഭ്യവാക്കുകൾ പ്രയോഗിച്ചതിനുമാണ് NDA സ്ഥാനാർത്ഥി ML അശ്വിനി പരാതി നൽകിയത്.
പടന്നക്കടപ്പുറത്ത് NDA സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ പ്രചരണം തടസ്സപ്പെടുത്തിയതിനെതിരെ ചന്ദേര പോലീസ് 2 പേർക്കെതിരെ കേസെടുത്തു. തന്റെ പ്രചരണം തടസ്സപ്പെടുത്തിയതിനും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ അസഭ്യ വാക്കുകൾ പ്രയോഗിച്ചതിനുമാണ് ML അശ്വിനി പരാതി നൽകിയത്. CPM അനുഭാവികളായ PP രതീഷ്, PP അരുൺ എന്നിവരെയാണ് ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ML അശ്വിനി നൽകിയ പരാതിയിൽ ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുന്നതും ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. 1961 കേരള പ്രിവെൻഷൻ ഓഫ് ഡിസ്റ്റർബൻസ് ഓഫ് പബ്ലിക് മീറ്റിംഗ് ആക്ട് സെക്ഷൻ 2, 1951 1988 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 127 പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിയോടെയായിരുന്നു പടന്നക്കടപ്പുറത്തെ കേസിനാസ്പദമായ സംഭവമുണ്ടായത്. എന്താണ് ചെയ്തത്? സംഭവത്തിൽ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകുന്ന കാര്യം ആലോചിക്കുമെന്ന് NDA ഭാരവാഹികൾ പറഞ്ഞു. ജനാധിപത്യ സംവിധാനത്തിൽ സ്ഥാനാർത്ഥിക്ക് എവിടെയും വോട്ട് ചോദിക്കാൻ അവകാശം ഉണ്ടെന്നിരിക്കെ പ്രചരണത്തിനും പ്രവർത്തനത്തിനും സഞ്ചാരത്തിനും തടസ്സം നിൽക്കുന്നത് അപലപനീയമാണെന്നും ഭീഷണിയെ വകവെക്കാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും കണ്ട് വോട്ടഭ്യർത്ഥന നടത്തുമെന്നും NDA സ്ഥാനാർത്ഥി ML അശ്വിനി പറഞ്ഞു. NDA സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ പ്രചരണം തടസ്സപ്പെടുത്തിയത് പരാജയഭീതി മൂലമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ത്രി കുണ്ടാർ പറഞ്ഞു. CPM ശക്തി കേന്ദ്രങ്ങളിൽ ജനാധിപത്യപരമായ അവകാശങ്ങളുടെ പ്രത്യക്ഷമായ ധ്വംസനമാണ് നടക്കുന്നതെന്നും BJP ജില്ലാ പ്രസിഡന്റ് ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കടുത്ത വേനൽ ചൂടിൽ നിന്നും രക്ഷ നേടുവാൻ പുഴയിൽ കുളിക്കുവാനിറങ്ങിയ 4 കുട്ടികൾ ഉൾപ്പെടെയുള്ള 6 പേർ മുങ്ങിമരിച്ചു. ഉത്തര കർണാടകയിലെ ദാണ്ടേലിയിലെ കാളി നദിയിലായിരുന്നു അപകടം. മരിച്ച 6 പേരും ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ്. ഉത്തര കർണാടകയുടെ പല മേഖലകളിലും വേനൽ ചൂട് അസഹ്യമാണ്. ചുട്ടുപൊള്ളുന്ന ഈ ചൂടിൽ നിന്നും രക്ഷ നേടുവാൻ കുളിക്കുന്നതിനായി പുഴയിലും മറ്റ് ജലാശയങ്ങളിലും കുളിക്കുവാനിറങ്ങുന്നത് പതിവാണ്. ഇത്തരത്തിൽ കുളിക്കുവാനായി ദാണ്ടേലിയിലെ കാളി പുഴയിലെത്തിയ 4 കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു കുടുംബത്തിലെ 6 പേരാണ് മുങ്ങിമരിച്ചത്. ഹുബ്ബള്ളിയിലെ ഈശ്വരനഗർ സ്വദേശികളായ നാസിർ അഹമ്മദ് ഹോംബാൽ, ആൽവിയ അഹമ്മദ്, മോഹിൻ അഹമ്മദ്, റേഷ ഉന്നീസ തൗസീഫ് അഹമ്മദ്, കുട്ടികളായ ഇഫ്ര തൗസീഫ് അഹമ്മദ്, ആബിദ് അഹമ്മദ് എന്നിവരാണ് മരിച്ചത്. ഹുബ്ബള്ളിയിൽ നിന്നും പുറപ്പെട്ട 8 പേരടങ്ങിയ സംഘം ഞായറാഴ്ച ഉച്ചയോടെയാണ് ദാണ്ടേലിയിലെ കാളി പുഴക്കരയിലെത്തിയത്. 2 പേരൊഴികെ 6 പേരും പുഴയിൽ കുളിക്കുവാനിറങ്ങി. കൂട്ടത്തിലുണ്ടായ 6 വയസ്സുള്ള മോഹിനാണ് ആദ്യം അപകടത്തിൽപ്പെട്ടത്. കുട്ടിയെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിനിടയിലാണ് മറ്റുള്ളവർ അപകടത്തിൽപ്പെട്ടത്. പുഴയുടെ ഒഴുക്കും ആഴവും അറിയാതെ കുളിക്കുവാനിറങ്ങിയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് സംശയിക്കുന്നത്. വിവരമറിഞ്ഞെത്തിയ പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹങ്ങളെല്ലാം പുറത്തെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് മെഷീനുകളുടെയും വിവിപാറ്റിന്റെയും 1ാം ഘട്ട സപ്ലിമെന്ററി റാൻഡമൈസേഷൻ നടത്തി. ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ, പൊതുനിരീക്ഷകൻ ഋഷിരേന്ദ്രകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് റാൻഡമൈസേഷൻ നടത്തിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് മെഷീനുകളുടെയും വിവിപാറ്റിന്റെയും 1ാം ഘട്ട സപ്ലിമെന്ററി റാൻഡമൈസേഷൻ ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ, പൊതുനിരീക്ഷകൻ ഋഷിരേന്ദ്രകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു. കമ്മീഷനിങ്ങിന് ശേഷം ജില്ലയിലെ ഓരോ മണ്ഡലത്തിലും
തകരാറുകൾ സംഭവിച്ച മെഷീനുകൾക്ക് പകരം അധികമായി ആവശ്യമുള്ള വോട്ടിംഗ് മെഷീനുകളുടെയും വിവിപാറ്റിന്റെയും റാൻഡമൈസേഷനാണ് ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്നത്. രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ തിങ്കളാഴ്ച വൈകുന്നേരം നടന്നു. റാൻഡമൈസേഷനിൽ AROമാരായ പി ഷാജു, ജഗ്ഗി പോൾ, EVM നോഡൽ ഓഫീസർ ജെയ്സൺ മാത്യു, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി അഖിൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ M കുഞ്ഞമ്പു നമ്പ്യാർ, BM ജമാൽ പട്ടേൽ, KA മുഹമ്മദ് വാസിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേൾവി പരിമിതർക്കായി ആംഗ്യഭാഷയിലുള്ള വീഡിയോ കോൾ സംവിധാനമൊരുക്കി കാസർഗോഡ് ഇലക്ഷൻ കൺട്രോൾ റൂം. ഇന്നു മുതൽ ഏപ്രിൽ 25 വരെയാണ് സപ്തഭാഷ ആംഗ്യഭാഷ കോൾ സെന്ററുകൾ ലഭ്യമാകുക. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയാത്ത ആളുകളുടെ സംശയങ്ങളും പരാതികളും കൃത്യമായി ദൂരീകരിക്കാനാണ് ആംഗ്യഭാഷയിലുള്ള വീഡിയോ കോൾ സംവിധാനം ഒരുക്കിയിട്ടുള്ളതെന്ന് ഇലക്ഷൻ കൺട്രോൾ റൂം ചാർജ് ഓഫീസർ ആദിൽ മുഹമ്മദ് പറഞ്ഞു. ഇന്നു മുതൽ ഏപ്രിൽ 25 വരെയാണ് ഈ സേവനം ലഭ്യമാകുക. രാവിലെ 10 മണി മുതൽ 5 മണി വരെ 99 47 82 41 80 എന്ന വാട്സപ്പ് നമ്പറിൽ വീഡിയോ കോൾ ചെയ്യാം. വനിതാ ശിശു വികസന ഓഫീസിലെ ക്ലർക്ക് T പവിത്രനാണ് വീഡിയോ കോൾ മുഖേന ആംഗ്യഭാഷയിലൂടെ സംശയ നിവാരണം നടത്തുക. കൂടാതെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സപ്തഭാഷകളിലും പൊതുജനങ്ങൾക്ക് മറുപടി നൽകാനുള്ള സംവിധാനം കൺട്രോൾ റൂം മുഖേന ഒരുക്കിയിട്ടുണ്ട്. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡിൽ മലയാളം, കന്നഡ, ബ്യാരി, തുളു, ഉറുദു, കൊങ്കിണി, മറാഠി എന്നീ ഭാഷകൾക്ക് പുറമെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് എന്നീ ഭാഷകളിലും സംവദിക്കാം. സേവനത്തിനായി ടോൾ ഫ്രീ നമ്പറായ 1950 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വോട്ട് ഫോർ ഇന്ത്യ ഇലക്ഷൻ റോഡ് ഷോ സംഘടിപ്പിച്ചു. സുഖൽ വാസലിന് മുൻപിലെ ഗോൾഡൻ കഫേ പരിസരത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ദേര നൈഫിൽ വോട്ട് ഫോർ ഇന്ത്യ ഇലക്ഷൻ റോഡ് ഷോ സംഘടിപ്പിച്ചു. സുഖൽ ഫാസലിന് മുമ്പിലെ ഗോൾഡൻ കഫേ പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. മണ്ഡലത്തിലെ വോട്ടർമാരെയും കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച് പരമാവധി പേരെ നാട്ടിലെത്തി വോട്ട് ചെയ്യാനും മറ്റുള്ളവരെ വോട്ട് ചെയ്യിപ്പിക്കാനും അഭ്യർത്ഥിച്ചു. KMCC സംസ്ഥാന, ജില്ലാ, മണ്ഡലം, മുനിസിപ്പൽ, പഞ്ചായത്ത് നേതാക്കളും പ്രവർത്തകരും അണിനിരന്ന പരിപാടി ദുബായ് KMCC കാസർഗോഡ് ജില്ലാ മുൻ പ്രസിഡന്റ് അബ്ദുള്ള ആറങ്ങാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷവും കാസർഗോഡിന്റെ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിനു വേണ്ടി നിലകൊണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരം നേടിയ MP-യാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നും MP-യുടെ പ്രാദേശിക വികസന ഫണ്ട് ഉൾപ്പെടെ വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും നിരവധി പദ്ധതികളും ധനസഹായവും നൽകി ഒരു കുടുംബത്തിലെ കാരണവരെ പോലെ പ്രവർത്തിച്ച രാജ്മോഹൻ ഉണ്ണിത്താനെ ചരിത്ര ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കണമെന്നും അബ്ദുള്ള ആറങ്ങാടി അഭ്യർത്ഥിച്ചു. ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഹനീഫ് TR സ്വാഗതം പറഞ്ഞു. റഫീഖ് പടന്ന, ഫൈസൽ പട്ടേൽ, യൂസഫ് ഷേണി, മൻസൂർ മർത്തിയ, തൽഹത്ത് തളങ്കര, മുഹമ്മദ് ചെമ്പരിക്ക, ഷിഹാബ് പാണത്തൂർ, മുനീർ പള്ളിപ്പുറം, ബഷീർ പെരുമ്പള, ഷക്കിൽ ഏറിയാൽ, ബഷീർ മഞ്ചേശ്വരം, ജിലാനി HS തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് ഹസൈനാർ ബീജന്തടുക്ക നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 36 വർഷം മുൻപ് പഠിച്ചിറങ്ങിയ കൂട്ടുകാർ കൂടിച്ചേർന്ന് വിരമിക്കുന്ന കൂട്ടുകാർക്ക് യാത്രയയപ്പ് നൽകി. ഡയറ്റ് മായിപ്പാടിയിൽ അധ്യാപക വിദ്യാർത്ഥികളായിരുന്നവരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്ന കൂട്ടുകാർക്ക് യാത്രയയപ്പ് നൽകിയത്. ഡയറ്റ് മായിപ്പാടിയിൽ നിന്നും 36 വർഷം മുൻപ് പഠിച്ചിറങ്ങിയ കൂട്ടുകാർ കൂടിച്ചേർന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന കൂട്ടുകാർക്ക് യാത്രയയപ്പ് നൽകി. അവിടേക്ക് നമ്മൾ പോകുന്നു. ആ ദൃശ്യത്തിന് വല്ലാതെ കരിമ്പലകളുണ്ടായിരുന്ന ആ വിജനമായ ഒരു സ്ഥലത്ത് നമ്മൾ ഒറ്റപ്പെട്ട ആ ഒരു റൂട്ടിലേക്ക് പോകുന്നു. ഇതിൽ കുറേ ദിവസം ഉറങ്ങാൻ കഴിയാറില്ല. അങ്ങനെ കുറേ വേർപാടുകൾ. പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനെ ആ സംഘടനകളെ കുറിച്ച് മാത്രം ഓർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് കഴിയില്ല. ഇവിടെ എല്ലാം സൂചിപ്പിച്ചതുപോലെ പുതിയ കാലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ വിഷയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാതിരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യം. നമ്മളെല്ലാവരും ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കുന്ന ചാർലി ചാപ്ലിന്റെ പ്രശസ്തമായ ഒരു വാക്യമുണ്ടല്ലോ, ഒരു തമാശ ഒന്നിലധികം തവണ നമുക്ക് ചിരിക്കാൻ കഴിയില്ല, പക്ഷെ ഒരു ദുഃഖം ഓർത്ത് നമ്മൾ എത്രയോ കാലമാണ് കഴിയുക. അത് എന്തിനാണെന്നാണ് ചോദ്യം.
ഹോസ്തൃക്ക് കടപ്പുറം ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ ഗോപി P, ഗീത U, പ്രമീള VB, വിനോദിനി CK, ലിസി CM, സുശീല P, മേരി KM, അനിതകുമാരി KP, അബ്ദുള്ളക്കുഞ്ഞി PS, ഹേമന്ത് കുമാർ HG, സലജ A, റഷീദ BV, ദിലീപ് കുമാർ P, ബീറ്റ ക്ലെമന്റ്, അജിത EB, വാസന്തിക്കുട്ടി, അബ്ദുൽ സലാം, ഉണ്ണികൃഷ്ണൻ T എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ആഗ്നസ് ജോസഫ്, ഭാസ്കരൻ പേക്കടം, സദാനന്ദൻ AV, ബിജി K മാത്യു, AV മധുസൂദനൻ V, പ്രകാശൻ AK, അജിത് കുമാർ, പ്രകാശൻ നെറ്റികെ, ശോഭന KV, വിജയകുമാരി, മുരളീധരൻ, സലാം, വാസന്തി, സരിത, ബേബി, വിനോദിനി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ദളിത് കോൺഗ്രസ് പ്രവർത്തകർ കോളനികളിൽ ഭവന സന്ദർശനത്തിന് തുടക്കമിട്ടു. ജില്ലാതല ഉദ്ഘാടനം തൃക്കരിപ്പൂർ നടക്കാവ് കോളനിയിൽ ദളിത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് P രാമചന്ദ്രൻ നിർവഹിച്ചു. കേന്ദ്രത്തിൽ കരുത്തുറ്റ സർക്കാർ രൂപീകരിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടതുണ്ടെന്നും അതിനായി രാജ്മോഹൻ ഉണ്ണിത്താനെ പാർലമെന്റിൽ എത്തിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ദളിത് കോൺഗ്രസ് പ്രവർത്തകർ വോട്ടർമാരുടെ വീടുകളിൽ സന്ദർശനം നടത്തുന്നത്. ലഘുലേഖകളും കോളനി സന്ദർശന വേളയിൽ വിതരണം ചെയ്തു വരുന്നുണ്ട്. കേന്ദ്രത്തിലെ BJPയെ സഹായിക്കുന്ന തരത്തിൽ കേരളത്തിലെ LDF സർക്കാർ പെരുമാറുന്നതായും ലഘുലേഖയിൽ പറയുന്നു. കേന്ദ്രത്തിലെ BJPയെ സഹായിക്കുന്ന തരത്തിൽ കേരളത്തിലെ LDF സർക്കാർ പെരുമാറുന്നതായി ലഘുലേഖയിൽ പറയുന്നു. സംസ്ഥാനത്ത് പട്ടിക വിഭാഗങ്ങളുടെ ഗ്രാന്റ്സ് മുടങ്ങിയതിനാൽ നൂറുകണക്കിന് വരുന്ന പട്ടിക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങിയതായും ഭവനരഹിതരായ പട്ടികജാതിയിൽപ്പെട്ടവരുടെ വീടെന്ന സ്വപ്നം ലൈഫ് ഭവന പദ്ധതി തകിടം മറിച്ചതായും ദളിത് കോൺഗ്രസ് ആരോപിക്കുന്നു. SFI നേതാവിൻ്റെ ജാതി അധിക്ഷേപത്തിനെതിരെ പ്രതികരിക്കണമെന്ന് തൃക്കരിപ്പൂർ നടക്കാവ് കോളനിയിൽ ഭവന സന്ദർശനത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കവേ ദളിത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് P രാമചന്ദ്രൻ പറഞ്ഞു. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മോഹനൻ, സംസ്ഥാന സെക്രട്ടറിമാരായ K ദിലീപ് കുമാർ, PK രാജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് എള്ളത്ത് കുഞ്ഞികൃഷ്ണൻ, ജനറൽ സെക്രട്ടറിമാരായ ഷാജി തൈക്കിൽ, P രവീന്ദ്രൻ, സഞ്ജീവൻ മടിവയൽ, സെക്രട്ടറി സജീഷ് കൈതക്കാട്, VK ഷാജീവ്, അമിത കൃഷ്ണൻ, പീരിച്ചേരി വിജയൻ, രാജേഷ് തച്ചത്ത്, പ്രമീഷ് തച്ചൻ, V മോഹനൻ, ലീന സതീശൻ, E രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലയിലെ 5 അസംബ്ലി മണ്ഡലങ്ങളിലെയും വിവിധ പട്ടികജാതി കോളനികളിൽ ലഘുലേഖ വിതരണം നടന്നുവരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കുഞ്ചത്തൂർ മാദനുൽ ഉലൂം മദ്രസയിൽ കുഞ്ചത്തൂർ ജമാഅത്ത് കമ്മിറ്റി സജ്ജീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ജമാഅത്ത് ഖത്തീബ് ഹാഷിർ ഹമീദി ഉദ്ഘാടനം ചെയ്തു. കുഞ്ചത്തൂർ ജമാഅത്ത് ഖത്തീബ് ഹാഷിർ ഹമീദ് സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം നിർവഹിച്ചു. മദ്രസയിൽ വെച്ച് ഈ വർഷം ബഹുമാനപ്പെട്ട സമസ്തയിലുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള പദ്ധതി അനുസരിച്ച് സ്മാർട്ട് ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ സ്മാർട്ട് ക്ലാസ്സിന് വേണ്ടി നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയും നാട്ടുകാരും വളരെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുകയും കഴിഞ്ഞ വർഷം റേഞ്ച് തലങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ നൽകിയപ്പോൾ വളരെ ആവേശത്തോടു കൂടി നമുക്ക് നമ്മുടെ മദ്രസയിൽ ആരംഭിക്കണമെന്ന് തീരുമാനിക്കുകയും നമ്മുടെ റേഞ്ചിൽ ആദ്യമായിട്ട് നമ്മുടെ മദ്രസയിൽ അൽഹംദുലില്ലാഹ് ഈ വർഷം ഉദ്ദേശിച്ചതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് ആരംഭിക്കാൻ സാധിക്കുകയും ചെയ്തു. ഡിജിറ്റൽ മദ്രസ സ്റ്റേറ്റ് കോർഡിനേറ്റർ അൻവർ സാദിഖ് ഫൈസി കോഴിക്കോട് സ്മാർട്ട് ക്ലാസിനെ കുറിച്ച് വിശദീകരിച്ചു. ജമാഅത്ത് പ്രസിഡന്റ് സെയ്ദ് അധ്യക്ഷത വഹിച്ചു. സാദർ ഉസ്താദ്, സിദ്ദിഖ് അസരി, മറ്റ് അധ്യാപകർ, ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി SK മുഹമ്മദ് ഹനീഫ്, ട്രഷറർ KK ബാവ, കമ്മിറ്റി അംഗങ്ങൾ, കുഞ്ചത്തൂർ റേഞ്ച് മദ്രസ മാനേജ്മെന്റ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, സെക്രട്ടറി മഹമ്മൂദ് എന്നിവർ സംബന്ധിച്ചു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഇടതുമുന്നണി പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ പാലക്കുന്ന്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കുന്ന് മത്സ്യ മാർക്കറ്റിന് സമീപം ഉദുമ മണ്ഡലം റാലിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ബാൻഡ് മേളത്തിന്റെയും ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെ നടന്ന യുവജന റാലി ആവേശമായി.
വേദിയിലെത്തിയ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ കൈപിടിച്ചുയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം ചെയ്തു. യോഗത്തിൽ ടി കൃഷ്ണൻ അധ്യക്ഷനായി. LDF കൺവീനർ ഇ പി ജയരാജൻ, ഇ ചന്ദ്രശേഖരൻ MLA, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, പി രാജു എന്നിവർ സംസാരിച്ചു. പി ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു. KP സതീഷ് ചന്ദ്രൻ, CH കുഞ്ഞമ്പു MLA, പി കരുണാകരൻ, KV കുഞ്ഞിരാമൻ, കെ കുഞ്ഞിരാമൻ, മധു മുതിയക്കാൽ, VV രമേശൻ, ഇ പത്മാവതി, M ലക്ഷ്മി, കെ മണികണ്ഠൻ, സി ബാലൻ, മൊയ്തീൻ കുഞ്ഞിക്കടനാട്, MA ലത്തീഫ്, ഷാനവാസ് പാദൂർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിൽ കുടുംബ സംഗമം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭയിലെ മരക്കാപ്പ് കടപ്പുറത്ത് നടത്തിയ സംഗമം KSU ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിനു വേണ്ടി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിൽ കുടുംബസംഗമം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭയിലെ മരക്കാപ്പ് കടപ്പുറത്ത് നടത്തിയ സംഗമം KSU ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു കൃഷ്ണൻ, മത്സ്യത്തൊഴിലാളി ജില്ലാ ഭാരവാഹികളായ H ബാലൻ, സുധീന്ദ്രൻ B, സുരേഷ് കൊട്രച്ചാൽ, PN മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, MT ബാലൻ, പ്രകാശൻ നോവി, VV മോഹനൻ എന്നിവർ സംസാരിച്ചു. ശരത് TV സ്വാഗതവും TV മനോഹരൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ നീറ്റ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ 137ാമത് റാങ്ക് നേടിയ ശില്പ ശശിധരനെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമായി കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി വൃദ്ധസദന, അഗതി, അനാഥ മന്ദിരങ്ങളിൽ നടത്തിയ അനാശ്രയർക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്ന വിഷുസദ്യ അന്നദാനം പരിപാടി ശ്രദ്ധേയമായി. സാന്ത്വനത്തിന്റെ തൂവൽ സ്പർശവുമായി അശരണർക്ക് ഒരു കൈത്താങ്ങെന്ന ആപ്തവാക്യമുയർത്തിപ്പിടിച്ച് കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അനാശ്രയർക്ക് ഒരു നേരത്തെ ഭക്ഷണമെന്ന വിഷുസദ്യ അന്നദാന പരിപാടി ജില്ലയിലെ വൃദ്ധസദന, അഗതി, അനാഥ മന്ദിരങ്ങളിൽ നടത്തി. ചിറ്റാരിക്കാൽ വൈസ് നിവാസിൽ നടത്തിയ അന്നദാന പരിപാടി 101 വയസ്സുള്ള അപ്പച്ചൻ ചേട്ടൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കൂട്ടം ജില്ലാ പ്രസിഡന്റ് സന്തോഷ് മാളിയേക്കൽ അധ്യക്ഷനായി. പരിപാടിയിൽ വൈസ് നിവാസ് പ്രസിഡന്റ് സണ്ണി മൈലിക്കൽ സ്വാഗതം പറഞ്ഞു. ട്രഷറർ സംഗീത, ജില്ലാ ചാറ്റ്റൂം അംഗങ്ങളായ ഷിനി, സെൽവി, റഹീമ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സന്തോഷ് കുമാർ ചിറ്റാരിക്കൽ നന്ദിയും പറഞ്ഞു. മരിയാഭവൻ പെരിയയിൽ നടത്തിയ പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് രതീഷ് കുമാർ, സെക്രട്ടറി അംബിക സുനിൽ, എക്സിക്യൂട്ടീവ് അംഗം വിജയ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം ശോഭന രാജീവൻ, ശ്രീജ, ലമണേഷ്, സുനിൽകുമാർ, മാനേജർ മനോജ്, കൂട്ടം അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഏച്ചിക്കാനം അഭയം വൃദ്ധാശ്രമത്തിൽ നടത്തിയ പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് രതീഷ് കുമാർ, സെക്രട്ടറി അംബിക സുനിൽ, ജില്ലാ കമ്മിറ്റി അംഗം ശോഭന രാജീവൻ, ശ്രീജ, സുധീഷ് എന്നിവർ പങ്കെടുത്തു. പടന്നക്കാട് സ്നേഹം സദനത്തിൽ നടത്തിയ പരിപാടിയിൽ പ്രമീള ചന്ദ്രൻ, അനന്തിത, അവന്തിക, സിസ്റ്റർ ആൽഫിഡ്, മാനേജർ രഘുനാഥ് എന്നിവർ പങ്കെടുത്തു. വൃദ്ധസദന, അഗതി, അനാഥ മന്ദിരങ്ങളിലെ അന്തേവാസികൾക്കൊപ്പം ഏറെ നേരം സമയം ചെലവഴിച്ച ശേഷമാണ് കൂട്ടമംഗങ്ങൾ മടങ്ങിയത്. അടുത്ത വർഷം വീണ്ടും വരുമെന്ന ഉറപ്പ് നൽകിയാണ് ഏവരും പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് മാംഗല്യനിധിയുടെ 15ാം വർഷ വിതരണോദ്ഘാടനം നടത്തി. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഖാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് മേഖലയിലെ മഹല്ലുകളുടെ കൂട്ടായ്മയായ കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് സുവർണ ജൂബിലി വർഷത്തിലേക്ക് കടക്കുകയാണ്. സംയുക്ത ജമാഅത്തിന്റെ ബൃഹത് പദ്ധതികളിൽ ഏറെ പ്രധാനമാണ് ജീവകാരുണ്യ രംഗത്തെ ശിഹാബ് തങ്ങൾ സ്മാരക മംഗല്യനിധി. മംഗല്യനിധി 14 വർഷം പൂർത്തിയാകുമ്പോൾ 450ഓളം നിർധന കുടുംബത്തിലെ പെൺകുട്ടികളുടെ വിവാഹമെന്ന സ്വപ്നമാണ് പൂവണിഞ്ഞത്. ശിഹാബ് തങ്ങൾ മംഗല്യനിധിയുടെ 2024-25 വർഷത്തെ അപേക്ഷകരിൽ നിന്നും വിവാഹിതരാകുന്ന ഹോസ്ദുർഗ് ബീച്ച്, പുഞ്ചാവി, കല്ലൂരാവി എന്നീ മഹല്ല് ജമാഅത്തുകളിലെ പെൺകുട്ടികൾക്കുള്ള ധനസഹായ വിതരണം കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഖാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് സി കുഞ്ഞാമദ് ഹാജി പാലക്കി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത് ആമുഖ പ്രഭാഷണം നടത്തി. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഭാരവാഹികളായ MK അബൂബക്കർ ഹാജി, PK അബ്ദുള്ളക്കുഞ്ഞി ഹാജി, KB കുട്ടി ഹാജി, ഷെരീഫ് എഞ്ചിനീയർ, റഷീദ് തോയമൽ, KK അബ്ദുറഹ്മാൻ, വിവിധ മഹല്ല് ജമാഅത്ത് പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് അണങ്കൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ 11 പേർക്ക് പരിക്ക്.
കാസർഗോഡ് ജില്ലയിൽ കവർച്ചാ പരമ്പര. തൃക്കരിപ്പൂരിലും ഉപ്പള സോങ്കാലിലും വീടുകൾ കുത്തിത്തുറന്ന് പണവും സ്വർണവും കവർന്നു. ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്തു നിന്നും നിർണായക ഘട്ടത്തിൽ ഒളിച്ചോടിയ നേതാവാണ് രാഹുൽ ഗാന്ധിയെന്നും പിണറായി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ വിവാദ പരാമർശം വിഭാഗീയത ഉണ്ടാക്കുവാനുള്ള ശ്രമമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. ആദ്യഘട്ട പോളിംഗിന് ശേഷം റിപ്പോർട്ടുകൾ പ്രകാരം മോദി നിരാശയിലാണെന്നും പ്രകാശ് കാരാട്ട്. തൃക്കരിപ്പൂർ പടന്നാക്കടപ്പുറത്ത് NDA സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ പ്രചാരണം തടസ്സപ്പെടുത്തിയതായുള്ള പരാതി. 2 പേർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. പുഴയിൽ കുളിക്കുവാനിറങ്ങിയ 4 കുട്ടികൾ ഉൾപ്പെടെയുള്ള 6 പേർ മുങ്ങി മരിച്ചു. ഉത്തര കർണാടകയിലെ ദാണ്ടേലിയിലെ കാളി നദിയിലായിരുന്നു അപകടം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.